വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മൾ ഷോർട്സ് കാണുമ്പോഴും മറ്റ് വീഡിയോസൊക്കെ കാണുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ള വീഡിയോ ആയിരിക്കും ലയൺ തൻ്റെ ഇരേനെ ഓടിച്ചിട്ട് പിടിക്കുന്നത്, ഈഗിള് കടലിൽ മുങ്ങിപ്പൊങ്ങി തൻ്റെ ഇരേനെ കൊണ്ട് പറക്കുന്നത് ഒക്കെ നമ്മൾ വളരെ ആകാംക്ഷയോടെ കണ്ടിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. നമ്മൾ കാണുന്നത് ഇവരുടെ ഒരു സക്സസ്ഫുൾ സ്റ്റോറി മാത്രമാണ്. ശരിക്കും ഇങ്ങനെയാണ് പറയുന്നത്. അതായത് ഒരു ലയൺ 10 തവണ ശ്രമിച്ചാൽ അതിൽ വെറും 2 തവണ മാത്രമാണ് വിജയിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഈഗിള് തൻ്റെ ഫിഷിനെ ഹണ്ട് ചെയ്യാനായിട്ട് 10 തവണ ശ്രമിച്ചാൽ അതിൽ വെറും 2 തവണ മാത്രമാണ് ഇവൻ സക്സസ്ഫുൾ ആകുന്നതാണ് പറയുന്നത്. നമ്മളുടെ ഫ്രണ്ടിൽ എപ്പോഴും കാണുന്നത് വിജയമാണെങ്കിലും ഇവരുടെ വലിയ കഠിനമായിട്ടുള്ളൊരു അധ്വാനം ഇതിന് പുറകിലുണ്ട്. ഈ മീൻ പിടിച്ച് പറന്നു പോകുന്നത് നമ്മൾ കാണുമ്പം അതിന് പുറകിൽ ഇവരുടെ നിരന്തര പരിശ്രമം ഇവരുടെ പുറകിലുണ്ട് എന്നാണ്. ഇവർ ഒരു തവണ കിട്ടിയില്ല, 2 തവണ കിട്ടിയില്ല, 3 തവണ കിട്ടിയില്ല എന്നാൽ അവിടെ കൊണ്ട് നിർത്തിയിരുന്നെങ്കിലോ ഈ മീനും കൊണ്ട് ഇവർ പറക്കുമോ? അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ നമ്മൾ കാണുമോ? അല്ലെങ്കിൽ ആ ഒരു വീഡിയോ നമ്മൾ കാണുമോ? ഇല്ല. ഇവരുടെ നിരന്തര പരിശ്രമമല്ലേ ശരിക്കും ആ ഒരു വിജയം എന്ന് പറയുന്നത്. ഇപ്പം സെറ്റ് എക്സാമിന് വേണ്ടി അഡ്മിഷന് വേണ്ടി വിളിക്കുന്ന പലരും പറയുന്നുണ്ട്, ഞാൻ 5ാമത്തെ തവണയാ, ഞാൻ 6ാമത്തെ തവണയാ, 7ാമത്തെ തവണയാ. നമ്മൾ എത്ര തവണ എന്നല്ല, നമ്മൾ നിരന്തരം ഒരു എഫേർട്ട് എടുക്കുന്നുണ്ടോ, നമ്മൾ കഷ്ടപ്പെടാൻ നമുക്ക് തയ്യാറാണോ, എങ്കിൽ തീർച്ചയായിട്ടും വിജയം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും. നമ്മൾ വെറുതെ പോയി എഴുതുന്നില്ലല്ല ഞാൻ പറയുന്നത്. കൃത്യമായിട്ട് നമുക്കൊരു പ്ലാനും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യവും നമുക്ക് നേടിയെടുക്കണമെന്നുള്ള നിരന്തരമായിട്ടുള്ള ആഗ്രഹവും നിരന്തരമായിട്ടുള്ള അധ്വാനവും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ലക്ഷ്യത്തിലും നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അത് നമുക്കൊരിക്കലും അകലെയല്ല. ഇപ്പോൾ ഒരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ഒരാളല്ല, ഇഷ്ടംപോലെ പേരുണ്ട് അല്ലേ. അപ്പം ഒരു തവണ കൊണ്ട് നമ്മൾ പരാജയപ്പെട്ട് നമ്മൾ മാറുമല്ല ചെയ്യേണ്ടത്. നിരന്തരമായിട്ടുള്ള പരിശ്രമം, ദെൻ അതിനുവേണ്ടി കഠിനമായിട്ടുള്ള പരിശ്രമം നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, എനിക്ക് പറ്റും എന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും പറ്റത്തില്ല. എത്ര പേര് പറഞ്ഞാലും നിങ്ങൾക്കറിയാം നിങ്ങൾ വിജയിക്കും, നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റും എന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ, ഇപ്പോൾ സെറ്റൊക്കെ പോലുള്ള ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ വലിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് വലിയ ചിറകുകളുമായിട്ട് പറന്നുയരാനും പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്.